ഇപ്പോൾ CPI നേതാവ് പ്രകാശ് ബാബു മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളത് ആവർത്തിക്കുന്നു എന്ന് മാത്രമേ. അല്ല, DGPയുടെ അന്വേഷണത്തിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ആ ലേഖനത്തിൽ അത് ക്ലാരിഫൈ ചെയ്തത്. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയോ കുറ്റം ചെയ്യുകയോ ചെയ്ത ആളിൻ്റെ പേരിലാണ് അന്വേഷണം. ഇത് തെറ്റോ കുറ്റമോ ഒന്നുള്ളതല്ല. ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ പ്രഖ്യാപിതമായ നയത്തിൽ നിന്നുള്ള ഒരു മാറ്റം. ആ നയത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടില്ല. ആ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ രഹസ്യമായി സംഭാഷണം നടത്തിയെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളിൽ ആശങ്കയുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളിൽ നിന്ന് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തിയത്. ADGP ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും അത് എഴുതേണ്ടി വന്നത്. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ അതിലെ ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയത്. 2006 പ്രകാശ് സിംഗ് കേസ് ആസാമിലെ കേസാണ്. ആ കേസിൽ 2 വർഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആ സ്ഥാനത്തിരിക്കണമെന്നുള്ള നിലയിൽ കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്നാൽ അതാണ് ദുർവ്യാഖ്യാനം ചെയ്ത് പലരെയും കേൾപ്പിക്കുന്നത്. അത് തെറ്റാണ്. 2 വർഷം എന്നുള്ളതൊക്കെ ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബോർഡിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. DYSPക്ക് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച്, അവരുടെ ട്രാൻസ്ഫറിനെ സംബന്ധിച്ച്, അവരുടെ മറ്റ് സേവന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആ ബോർഡിന് യഥാസമയം ആലോചിച്ച് തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികത്വമാണ് ഈ പറഞ്ഞത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതുകൂടി ലേഖനത്തിൽ ക്ലാരിഫൈ ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതു പാർട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ട്. അതിനുശേഷമാണ് ഇപ്പം ഇത്തരത്തിലൊരു വിവാദം കൂടി വരുന്നത്. ഒരു മുന്നറിയിപ്പ് എന്ന നിലക്കാണോ അല്ല, അതങ്ങനെയല്ല. ഇത് അജിത് കുമാർ RSSന്റെ നേതാക്കളെ കണ്ടത് 2023. ആ സന്ദർശനം അദ്ദേഹം തന്നെ ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പോയി എന്നും ഇവരെ 2 പേരെ കണ്ടു എന്നുള്ളതും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതൊന്നും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന ഗവൺമെന്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അത് 23-ലെയാണ്. അല്ല, സർക്കാർ സംരക്ഷിക്കുകയല്ല, അങ്ങനെ ഞാൻ കാണുന്നില്ല. സർക്കാരിൻ്റെ സംരക്ഷണമല്ല, അത് ദുർവ്യാഖ്യാനം ചെയ്ത് ആ നിലപാടുകളെ സംബന്ധിച്ച് 2 വർഷം തുടർച്ചയായിട്ട് ഇരിക്കണം എന്നുള്ള നിലയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ് ലേഖനത്തിൽ പറഞ്ഞത്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം സ്പീക്കർ പോലും ഈ കൂടിക്കാഴ്ചയെ തള്ളി പറയുന്നില്ല. അപ്പോൾ അത് അതിനകത്ത് തന്നെ അദ്ദേഹത്തെ കൂടെ വ്യക്തിപരമായി അവർക്കൊക്കെ പല അഭിപ്രായങ്ങൾ കാണും. ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയും CPIMനും ഒരുപോലെ ഉള്ള അഭിപ്രായമാണ് ഈ RSS എന്ന ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടം. അതിനെ ആ ബന്ധപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്നു. വൈകുന്നതിലുള്ള ആശങ്കയാണല്ലോ ലേഖനത്തിൽ കൂടെ വീണ്ടും പങ്കുവെച്ചത്. അതെ അതെ, എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ല, അത് ഉണർന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം. ഉണ്ടല്ലോ, നിശ്ചയമായിട്ടും പറഞ്ഞിട്ടുണ്ട്. മുന്നണി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ദുർവ്യാഖ്യാനം ചെയ്ത്, അതായത് 2 വർഷത്തെ ടേം എന്നുള്ള ദുർവ്യാഖ്യാനം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഇടതുപക്ഷം നയിക്കുന്ന ഒരു സർക്കാരാണ്. അതാണ് ഇതിലൊരു പ്രശ്നം. അതായത് ഈ ദുർവ്യാഖ്യാനം ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരേണ്ടതും ഈ ഇടത് സർക്കാരാണ്. പക്ഷേ അല്ല, അത് വരുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താതെ മറച്ചുവെച്ച് ചില കാര്യങ്ങൾ മാത്രം പറയും. അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാതെ പോകും, ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാൻ കഴിയാതെ പോകും. അത് അറിയണമെന്നുള്ള നിലയിലാണ് 2006 കേസിന്റെ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചത്. അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അതിലൊന്നും കാര്യമില്ല. അതിലെ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കും കാണും. ഗവൺമെന്റ് അതിലെടുക്കേണ്ടുന്ന ഒരു ഡ്യൂ ഡെലിജിയൻസ്, അതിന്റെ ഒരു അതാണ് അതിനകത്ത് കുറവ് വന്നത്. ഓക്കെ. ADGP MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് CPI നിൽക്കുന്നത്. ഇന്ന് രാവിലെ
ജനയുഗം പത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പ്രകാശ് ബാബു ഇപ്പോൾ സംസാരിച്ചത്. CPIയുടെ മാത്രമല്ല CPIMൻ്റെയും ആവശ്യമാണിത്. ഇടത് നയങ്ങളിൽ നിന്ന് മാറരുത് എന്നുള്ളതിനാലാണ് ഓർമ്മിപ്പിച്ചത്. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് ആവശ്യം ഉയർന്ന്. 2 വർഷത്തെ ടേം എന്നുള്ളത് ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നതടക്കം അദ്ദേഹം പറയുന്നുണ്ട്.